അപ്പോൾ ഗൈസ് ഇതെന്താ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ വേറെ വീടിന് മുറ്റത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കാര്യമുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പണ്ട് ഇത്രയും സ്പേസുള്ള വഴിയായിരുന്നു. ഞങ്ങൾ പതിൽ കെട്ടിയപ്പോൾ ഞങ്ങളായിട്ടുള്ള സ്നേഹക്കൂടുതൽ മൂലം ഓരോ കിട്ടിയതാണ് ഈ ഷെഡ്. ഇപ്പം വീട്ടിലേക്കുള്ള വഴി ദാ ഈ കാണുന്ന സ്പേസ് മാത്രമായി ചുരുങ്ങി. ഇങ്ങനെയാണ് കേട്ടോ വഴി പോകുന്നത്. ഇപ്പം ഇവിടുന്ന് എത്തി നോക്കിയാൽ എൻ്റെ വീട് കാണാം. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞാൽ 2-3 വേറെ വീടുകളും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും വലിയ വഴി കടന്നിട്ട് വേണം ആ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്ക് പോവാൻ. ഇതിലൂടെ കഷ്ടിച്ച ഒരാൾക്ക് സുഖമായിട്ട് നടക്കാം. നല്ല തടിയുള്ളവരാണെങ്കിൽ അവിടെ കുടുങ്ങിപ്പോകും, പിന്നെ നടക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. മഴയൊക്കെ പെയ്താൽ പിന്നെ പറയാൻ വേണ്ട, നനഞ്ഞു പോവാം. കാരണം കുട നിവർത്തി പോകാനുള്ള സ്ഥലം ഇതിലില്ല. പിന്നെ നേരെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്. ശരിക്കും ഈ വീടിന് ഒരുപാട് കഥ ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഫുള്ള് മരങ്ങളും കാടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അത് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ പറമ്പാണ്.